അപ്പോൾ ഗൈസ്, വെൽക്കം ബാക്ക്. നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചിട്ടുണ്ടോ നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന അമ്മച്ചിമാർക്കോ അമ്മൂമ്മമാർക്കോ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന്? അതായത് അവരോട് ടൈം സ്പെൻഡ് ചെയ്യുക, നടക്കുക, ചിരിക്കുക, കളിക്കുക, ഇതൊക്കെ തന്നെ. ചില ആൾക്കാർ ഇതെല്ലാം ചെയ്യും, പക്ഷെ അതെല്ലാം എന്തെങ്കിലും തിരിച്ചു കിട്ടും എന്നുള്ള പ്രതീക്ഷയിലായിരിക്കും ചെയ്യുന്നത്. ചിലര് സ്നേഹം കൊണ്ടും ചെയ്യും. അപ്പൊ ഈ സിനിമയ്ക്ക് ഇതൊക്കെ തന്നെ കാണിക്കുന്നത്. ഒരു കൊച്ചുമോൻ അവന്റെ അമ്മച്ചിയായിട്ട് നടക്കും, കാര്യം സഹിക്കാനാണ് നടക്കുന്നത്. പക്ഷെ അവസാനമാകുമ്പോഴത്തേക്ക് അവന് മനസ്സ് മാറും. സത്യം പറഞ്ഞാൽ ഇതൊരു സിമ്പിൾ ഫാമിലി സ്റ്റോറി പോലെ തോന്നിയാലും മണിയും ലവും തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ആണ് ഇതിനകത്ത് സത്യം പറഞ്ഞാൽ കാണിച്ചു തരുന്നത്. അമ്മച്ചിയുടെ ക്യാരക്ടർ ആയാലും കൊച്ചുമോന്റെ ക്യാരക്ടർ ആയാലും ഇതൊക്കെ സത്യം പറഞ്ഞാൽ ഒരു നോർമൽ രീതിയിലാണ് നടക്കുന്നത്. കാരണം ഇതൊക്കെ തന്നെ റിയൽ ലൈഫിൽ നടക്കാൻ ഭയങ്കര സാധ്യതയുണ്ട്. എന്നൊക്കെ പറഞ്ഞാൽ ഇതൊരു റിയൽ ഫീൽ ഗുഡ് ഫാമിലി മൂവിയാണ്. അല്ലാണ്ട് ഓവർ സാധനമൊന്നും ഇല്ല, അടിയിടിയൊന്നും ഇല്ല. എനിക്ക് വേണേ കണ്ടുവെക്കാം. എനിക്ക് ഇങ്ങനത്തെ സിനിമകളൊക്കെ ഇഷ്ടമായതുകൊണ്ടാണ് ഞാൻ ഇത് പറയുന്നത്. അപ്പൊ സിനിമയുടെ പേര് ഹൗ ടു മേക്ക് മില്യൺസ് ബിഫോർ ഗ്രാൻഡ്മാ ഡൈസ് എന്ന് പറഞ്ഞിട്ടാണ്. ഈ സിനിമയുടെ പേരിനും ഈ സ്റ്റോറിയായിട്ട് തമ്മിൽ വലിയ ബന്ധമൊന്നുമില്ല, പക്ഷെ നല്ലൊരു ഫീൽ ഗുഡ് സിനിമയാണ്. നെറ്റ്ഫ്ലിക്സിലുണ്ട്, നിങ്ങൾക്ക് വേണേ കണ്ടുവെക്കാം. അപ്പൊ അത്രേ ഉള്ളൂ. അടുത്ത വീഡിയോ കാണാം.